അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റമീസ. എൻ്റെ ഉപ്പയാണ് വയ്യാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. കുറെ നാളായി ഇക്ര ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പാവം, നിങ്ങളെ കഴിയുന്ന സഹായം എൻ്റെ ഉപ്പാക്ക് ചെയ്തു കൊടുക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്. ഒരുപാട് രൂപയുടെ ചെലവ് വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഓരോ ദിവസം കൊണ്ടുവരും ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും ഞങ്ങൾ വില്ലടക്കാനായി പറഞ്ഞിട്ട്. വില്ലടക്കാൻ ഒരു വയ്യുമില്ല. എന്തെങ്കിലും കണ്ടിക്കണ ഇവിടുന്ന് എങ്ങനെ നിങ്ങൾ പോവുക ചോദിച്ചു. അവനെന്താ പറയണ്ടെന്ന് അറിയണില്ല എനിക്ക്. ഒരു ദിവസം ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ കിഡ്നി തരട്ടെ ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട, പഠിച്ചോ നിങ്ങളെ സഹായിച്ചോളും. എൻ്റെ മക്കളുടെ സ്ഥിതി ഇതാണ്. എൻ്റെ പേരക്കുട്ടി എൻ്റെ മോള് ഇച്ചിരി കൈകാലും പറക്കാൻ തുടങ്ങി. സങ്കടം കൊണ്ട് ആലോചിച്ചിട്ടും ജീവിക്കാൻ വയ്യാത്ത പോലെ ഈ മാനസികം പിടിച്ച് ചത്തുപോകും കേട്ടോളി. എന്താ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ജീവൻ കളയും. ഇപ്പം തന്നെ ഒരു പകുതി ജീവൻ പോയിക്കണം. എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കരുത് പൊന്നു മക്കളെ. അള്ളാഹ് ഒരു വഴി കാണിച്ചതെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ സഹായം എന്തുവാണെങ്കിലും ശരി നിങ്ങൾ ചെയ്തു തരും. എൻ്റെ മക്കൾക്കും ഏകദേശം 30 ലക്ഷം രൂപയോളം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഒരു നിർവാഹവുമില്ല. നമ്മൾക്കൊക്കെ നമ്മുടെയൊക്കെ ഇടയിൽ സുപരിചിതനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ ഇന്ന് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയിലാണ്, വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിന് വേണ്ടിക്കൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ മഹല്ലിലെ നാട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് താഹിർ ഒറ്റപ്പാലം ഉൾപ്പെടെ ഇവിടെ വേണ്ടപ്പെട്ട ആളുകളും മഹല്ലിലെ നാട്ടുകാരും വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട സഹോദരന് വേണ്ടിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.